മോർണിംഗ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാലറിയിൽ വന്നിട്ടുള്ള അമെൻമെന്റ്സിനെ പറ്റിയിട്ടാണ്. സോ ആദ്യം റെന്റ് ഫ്രീ അക്കോമഡേഷൻ. റെന്റ് ഫ്രീ അക്കോമഡേഷൻ ഫോർ അതർ ദാൻ ഗവൺമെന്റ് എംപ്ലോയീസ്. അതർ ദാൻ ഗവൺമെന്റ് എംപ്ലോയീസ്. ഗവൺമെന്റ് എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ റെന്റ് ഫ്രീ അക്കോമഡേഷൻ എന്തായിരിക്കും? ലൈസൻസ് ഫീ ഫിക്സ്ഡ് ബൈ ദ ഗവൺമെന്റ് അല്ലെ. അപ്പൊ ഇത് അതർ ദാൻ ഗവൺമെന്റ് എംപ്ലോയീസിനെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. ഒന്ന് പ്രോപ്പർട്ടി ഓൺഡ് ബൈ എംപ്ലോയർ, പിന്നെ ഹയേർഡ് ബൈ എംപ്ലോയർ. നമ്മൾ പഠിച്ചതാണിത്. ഇതിലാണ് അമെൻമെന്റ് വന്നിട്ടുള്ളത്. ശ്രദ്ധിക്കുക, നന്നായി ശ്രദ്ധിച്ചിരിക്കുക. ഓൺഡ് ബൈ എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ, എംപ്ലോയറിന്റെ സ്വന്തം വീടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? എങ്ങനെയാണ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നത്? പോപ്പുലേഷൻ ബേസിസിലല്ലേ? യെസ്, പോപ്പുലേഷൻ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മൂന്നാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ? മൂന്നാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? അപ് ടു 10 ലാക്ക് വരെയാണെന്നുണ്ടെങ്കിൽ അല്ലെ? പക്ഷെ അത് മാറി ഇപ്പൊ എത്രയായി? അപ് ടു 15 ലാക്ക് ആക്കി മാറ്റി. നമ്മൾ ആദ്യം എന്തായിരുന്നു? അപ് ടു 10 ലാക്ക് ആയിരുന്നല്ലോ. അതിനെന്താക്കി മാറ്റി? അപ് ടു 15 ലാക്ക് ആക്കി മാറ്റി. പിന്നെ 15 ലക്ഷമാണ് പോപ്പുലേഷൻ എങ്കിൽ 10 ലക്ഷമാണ് പോപ്പുലേഷൻ എങ്കിൽ 7.5% സാലറി ആയിരുന്നില്ലേ? 10 ലക്ഷമാണ് അപ് ടു 10 ലാക്ക് വരെയും 7.5%, മോർ ദാൻ 10 ലാക്ക് ബട്ട് അപ് ടു 25 ലാക്ക് വരെയും 10%, പിന്നെ മോർ ദാൻ 25 ലാക്ക് ആയാൽ 15%. ഇങ്ങനെയായിരുന്നു. പക്ഷെ അതിലും മാറ്റം വന്നു. അപ് ടു 15 ലാക്ക് വരെയാണെന്നുണ്ടെങ്കിൽ റേറ്റ് എത്രയായി മാറി? 5% ഓഫ് സാലറി. 5% ഓഫ് സാലറി. ഇനി 15 ലാക്ക്, മോർ ദാൻ 15 ലാക്ക് അപ് ടു 40 ലാക്ക്, 40 ലക്ഷം രൂപ വരെയാണെന്നുണ്ടെങ്കിൽ 15 ലക്ഷം പോപ്പുലേഷന് മേലെയും പക്ഷെ 40 ലക്ഷം പോപ്പുലേഷൻ വരെയാണെന്നുണ്ടെങ്കിൽ റേറ്റ് 7.5% ഓഫ് സാലറി. ഓക്കെ. ഇനി പോപ്പുലേഷൻ മോർ ദാൻ 40 ലാക്ക് ആണെന്നുണ്ടെങ്കിലോ? 10% ആക്കി മാറ്റി. എത്ര പെർസെന്റേജ്? 10% ആക്കി മാറ്റി. അപ്പൊ പ്രധാനമായിട്ട് വന്നിട്ടുള്ള അമെൻമെന്റ് എന്തായിരുന്നു? ഓൺഡ് ബൈ എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ മുമ്പ് എന്തായിരുന്നു? 10 ലക്ഷം, പിന്നെ 10 ലക്ഷം തൊട്ടിട്ട് 25 ലക്ഷം, മോർ ദാൻ 25 ലാക്ക് അല്ലെ? 10 ലക്ഷം വരെ 7.5%. ഇനി 10 ലക്ഷത്തിനേക്കാൾ കൂടുതലും 25 ലക്ഷം വരെ ആണെന്നുണ്ടെങ്കിൽ 10%. ഇനി മോർ ദാൻ 25 ലാക്ക് ആണെന്നുണ്ടെങ്കിലോ 15%. അങ്ങനെയായിരുന്നു. അത് മാറിയിട്ട് എന്തായി മാറി? അപ് ടു 15 ലാക്ക് വരെയാണ് പോപ്പുലേഷൻ എങ്കിൽ 5% ഓഫ് സാലറി. മോർ ദാൻ 15 ലാക്ക് ആണ് ബട്ട് അപ് ടു 40 ലാക്ക് വരെയാണെന്നുണ്ടെങ്കിൽ 7.5% ഓഫ് സാലറി. ഇനി മോർ ദാൻ 40 ലാക്ക് ആണെന്നുണ്ടെങ്കിലോ 10% ഓഫ് സാലറി. ഇത് ഓക്കെ ആണോ? ഇനി ഇവിടെയും വന്നിട്ടുണ്ട് ഹയേർഡ് ബൈ എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു? ഹയേർഡ് ബൈ എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചിരുന്നത്? റെന്റ് പെയ്ഡ് അല്ലെ? അതിനൊരു മാറ്റമില്ല. റെന്റ് പെയ്ഡ് ഓർ 15% ഓഫ് സാലറി വിച്ച് ഈസ് ലോവർ എന്നായിരുന്നില്ലേ? അത് മാറിയിട്ട് ഇപ്പൊ എത്രയായിട്ട് മാറി? 10% ഓഫ് സാലറി ആയിട്ട് മാറി, വിച്ച് ഈസ് ലോവർ. അതാണ് കാര്യമായിട്ട് വന്നിട്ടുള്ള അമെൻമെന്റ്. ശ്രദ്ധിക്കുക. ഓക്കെ, എഴുതിയെടുത്തോളൂ. റെന്റ് ഫ്രീ അക്കോമഡേഷനിലാണ് വന്നിട്ടുള്ളത്. അതർ ദാൻ ഗവൺമെന്റ് എംപ്ലോയീസിലെ ഓൺഡ് ബൈ എംപ്ലോയറും ഉണ്ടാവും, ഹയേർഡ് ബൈ എംപ്ലോയർ ഉണ്ടാവും. ഇതില് വാല്യൂ കണ്ടുപിടിക്കുന്നത്, ഓൺഡ് ബൈ എംപ്ലോയറിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് പോപ്പുലേഷൻ ബേസിസിലാണ്. അപ് ടു 15 ലാക്ക് വരെയാണ് പോപ്പുലേഷൻ എങ്കിൽ 5% ഓഫ് സാലറി. മോർ ദാൻ 15 ലാക്കും അപ് ടു 40 ലാക്ക് വരെയാണെന്നുണ്ടെങ്കിൽ പോപ്പുലേഷൻ മോർ ദാൻ 15 ലാക്കും അപ് ടു 40 ലാക്ക് വരെയാണെന്നുണ്ടെങ്കിൽ 7.5% ഓഫ് സാലറി. ഇനി മോർ ദാൻ 40 ലാക്ക് ഉള്ള പോപ്പുലേഷൻ ആണെന്നുണ്ടെങ്കിൽ, മോർ ദാൻ 40 ലാക്ക് പോപ്പുലേഷൻ ഉള്ള സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ 10% ഓഫ് സാലറി വിൽ ബി ടാക്സബിൾ. ഇനി ഹയേർഡ് ബൈ എംപ്ലോയർ ആണെന്നുണ്ടെങ്കിലോ? റെന്റ് പെയ്ഡും 10% ഓഫ് സാലറി വിച്ച് ഈസ് ലോവർ. 15% എന്നുള്ള റേറ്റ് എടുത്ത് മാറ്റി 10% ആക്കി മാക്സിമം റെന്റ് ഫ്രീ അക്കോമഡേഷൻ. ഇത് ഓക്കെ അല്ലേ?
ഇനി ഇവിടെ വേറൊരു അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, റെന്റ് ഫ്രീ അക്കോമഡേഷനിൽ തന്നെ നോട്ടായിട്ട് എഴുതാം. നോട്ടായിട്ട് എഴുതാം. ഓക്കെ, നോട്ടായിട്ട് എഴുതാം. സെയിം അക്കോമഡേഷൻ ഈസ് കണ്ടിന്യൂഡ്. സെയിം accommodation is continued to be provided to the same employee for more than 1 year. അതായത് ഇത് എഴുതിയെടുക്കുക, എന്നിട്ട് ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. മിസ്റ്റർ എ 2020 മിസ്റ്റർ എക്ക് എന്ത് കിട്ടി, അല്ലെങ്കിൽ 2023 മിസ്റ്റർ എക്ക് എന്ത് കിട്ടി? റെന്റ് ഫ്രീ അക്കോമഡേഷൻ കിട്ടി. ഓക്കെ, 2023 എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയർ അല്ലേ? സോ ഫസ്റ്റ് ഇയർ, ആദ്യത്തെ വർഷം, ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് കാരണം പറഞ്ഞുതരാം. 2023 ഒരു റെന്റ് ഫ്രീ അക്കോമഡേഷൻ കിട്ടി. 2023 കഴിഞ്ഞിട്ടും 2024 ആയിട്ടും മിസ്റ്റർ എ അവിടുന്ന് വെക്കേറ്റ് ചെയ്തിട്ടില്ല, അവിടെ തന്നെയാണ് താമസിക്കുന്നത് വിചാരിക്കുക. അപ്പൊ 2023 എന്ന് പറയുന്നത് ഒരു വർഷം. ഓക്കെ, 2024 ആയപ്പോ മോർ ദാൻ 1 ഇയർ സെയിം ഹൗസ് പ്രോപ്പർട്ടിയിൽ സെയിം എംപ്ലോയറിന്റെ കീഴിൽ സെയിം പേഴ്സൺ മിസ്റ്റർ എ നിന്നിട്ടില്ലേ? അപ്പൊ അവിടെ ഒരു അമെന്റ്മെന്റ് ഉണ്ട്, ശ്രദ്ധിക്കുക. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് ശ്രദ്ധിക്കുക. 2023 മിസ്റ്റർ എ എന്ന് പറയുന്ന ആൾക്ക് റെന്റ് ഫ്രീ അക്കോമഡേഷൻ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് കിട്ടി. 2023 എംപ്ലോയറുടെ കയ്യിൽ നിന്ന് റെന്റ് ഫ്രീ അക്കോമഡേഷൻ കിട്ടി. 2024 ആയിട്ടും ആരവിടുന്ന് പോയിട്ടില്ല, മിസ്റ്റർ എ പോയിട്ടില്ല. 2024 സെയിം മിസ്റ്റർ എ തന്നെ എന്ത് ചെയ്തു? സെയിം എംപ്ലോയറിന്റെ കീഴിൽ സെയിം ഹൗസ് പ്രോപ്പർട്ടിയിൽ തന്നെ സെയിം എവിടെ തന്നെ നിന്നു? 2024 ആ വീട്ടിൽ തന്നെ നിന്നു വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റെന്റ് ഫ്രീ അക്കോമഡേഷൻ 2024 റെന്റ് ഫ്രീ അക്കോമഡേഷൻ ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, RFA 2024 റെന്റ് ഫ്രീ അക്കോമഡേഷൻ ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, നിങ്ങള് എമൗണ്ട് calculated for the first previous year. എന്താ എമൗണ്ട് കാൽക്കുലേറ്റഡ് ഫോർ ദ ഫസ്റ്റ് പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താ? 2023 ആദ്യമായിട്ട് മിസ്റ്റർ എ താമസിച്ചത്. 2023 റെന്റ് ഫ്രീ അക്കോമഡേഷൻ മിസ്റ്റർ എക്ക് ആദ്യമായിട്ട് കിട്ടിയത്. ഇപ്പൊ 2023 റെന്റ് ഫ്രീ അക്കോമഡേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ മേലെ പറയുന്ന പ്രകാരം കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടല്ലേ RFA? മേലെ പറയുന്ന പ്രകാരം പോപ്പുലേഷൻ ബേസിസിൽ RFA കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ? ആ എമൗണ്ട് എടുക്കാം. എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്? 2024 RFA ആട്ടോ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. 2024 RFA ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം ചെയ്യണം, ഫസ്റ്റ് വർഷം, ആദ്യത്തെ വർഷം എന്താണ് ആദ്യമായിട്ട് നിന്നതെന്നാണ്? 2023 നമ്മൾ ആദ്യമായിട്ട് നിന്നത്. ആ വർഷം നമ്മൾ RFA കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ? എങ്ങനെ? മേലെ പറയുന്ന പ്രകാരം RFA കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ? ആ വാല്യൂ എടുക്കാം. എമൗണ്ട് കാൽക്കുലേറ്റഡ് ഫോർ ദ ഫസ്റ്റ് പ്രീവിയസ് ഇയർ, അതായത് 2023 RFA എടുക്കുക. എന്നിട്ട് ഇൻറ്റു കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സേഷൻ. ഓർക്കുന്നുണ്ടോ? CIA കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സേഷൻ എവിടെ പഠിച്ചിട്ടുണ്ട്? ക്യാപിറ്റൽ ഗെയിനുള്ള ആ ടാബിൾ ഓർക്കുന്നുണ്ടോ? കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സേഷൻ ഫോർ ദ സെക്കൻഡ് ഇയർ. സെക്കൻഡ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ വർഷം രണ്ടാമത്തെ വർഷത്തിൽ നിൽക്കുന്നത്. അപ്പൊ 2024 എന്ത് കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സേഷൻ എടുക്കുക. 2024 കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സേഷൻ എടുക്കുക, ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സേഷൻ ഫോർ ദ ഫസ്റ്റ് ഇയർ. ഫസ്റ്റ് ഇയർ എന്തായിരുന്നു? നമ്മുടെ എക്സാമിൽ 2023. അപ്പോ 2024 കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സേഷൻ ഡിവൈഡഡ് ബൈ 2023 കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സേഷൻ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതെന്തിനാ ചെയ്തിരുന്നത്? അടുത്ത വർഷത്തെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിട്ടല്ലേ? അല്ലേ? ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിട്ടല്ലേ? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ഓർക്കുന്നുണ്ടോ? ക്യാപിറ്റൽ ഗെയിൻ ഇതേ സംഭവം തന്നെയല്ലേ പഠിച്ചിട്ടുള്ളത്?
ക്യാപിറ്റൽ ഗെയിൻ എന്താ പഠിച്ചിട്ടുള്ളത്? 2020 ഒരു ലക്ഷം രൂപയ്ക്ക് ഞാൻ എന്ത് ചെയ്തു? ഒരു അസറ്റ് വാങ്ങിച്ചു അല്ലെ? 2023 ആയപ്പോ ഞാൻ സെയിൽ ചെയ്തു. അപ്പോ സെയിൽ ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് 1 ലക്ഷം രൂപയാണോ കാണിക്കുക? അല്ല. 2024 സെയിൽ ചെയ്തു വിചാരിക്കും. 2020 1 ലക്ഷം രൂപയ്ക്ക് ഒരു അസറ്റ് വാങ്ങിച്ചു, എന്നിട്ട് 2024 അത് സെയിൽ ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എന്ത് കാണിക്കും? 1 ലക്ഷത്തിന് നിങ്ങൾ എന്ത് ചെയ്യും? 1 ലക്ഷത്തിന്റെ ഫ്യൂച്ചർ വാല്യൂ അല്ലെ കണ്ടുപിടിക്കുക. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? 1 ലക്ഷം ഇൻറ്റു എന്ത് ചെയ്യും? കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ കണ്ടുപിടിക്കില്ലേ? അപ്പൊ നിങ്ങളുടെ 1 ലക്ഷത്തിനേക്കാൾ കൂടുതലായിരിക്കില്ലേ വാല്യൂ ഉണ്ടാവുക അല്ലേ? സോ ഈ കൺസെപ്റ്റ് ഓക്കെ ആണോ? ഓക്കെ. എന്തായിരുന്നു ഒന്നുകൂടി പറഞ്ഞുതരാം. 2023 ആദ്യമായിട്ട് നിന്നത്. ഫസ്റ്റ് ഇയർ എന്നാണ് 2023 ഓക്കെ. 2023 കഴിഞ്ഞിട്ട് മോർ ദാൻ 1 ഇയർ നിന്നിട്ടുണ്ട്. അപ്പൊ 2024 നിന്നിട്ടുണ്ട്. 2024 സെക്കൻഡ് ഇയർ ആണ് അല്ലേ? അപ്പൊ സെക്കൻഡ് ഇയറിന്റെ റെന്റ് ഫ്രീ അക്കോമഡേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടാമത് എന്ത് ചെയ്യണ്ട? ഇത് കാൽക്കുലേറ്റ് ചെയ്യണ്ട. ഏത് മേലെ പറയുന്ന കമ്പ്യൂട്ടേഷൻ നിങ്ങൾ എന്ത് ചെയ്യണ്ട? കാൽക്കുലേറ്റ് ചെയ്യേണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ഇയർ നിങ്ങൾ ആദ്യമായിട്ട് നിന്നപ്പോൾ ഉള്ളൊരു എമൗണ്ട് ഇല്ലേ? റെന്റ് ഫ്രീ അക്കോമഡേഷൻ ഇല്ലേ? ആദ്യമായിട്ട് നിങ്ങൾ നിന്നപ്പോ നിങ്ങൾ ഒരു എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തില്ലേ? 2023 റെന്റ് ഫ്രീ അക്കോമഡേഷൻ. അതിനെന്ത് ചെയ്താൽ മതി? അടുത്ത വർഷത്തിലേക്ക് മാറ്റാൻ മതി. അപ്പൊ എന്ത് ചെയ്യും? എമൗണ്ട് കൂടുകയോ കുറയോ? കൂടും അല്ലെ? അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ എന്താ? 2024 മാറ്റാൻ വേണ്ടിയിട്ട് കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സേഷൻ ഫോർ ദ സെക്കൻഡ് ഇയർ ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഫോർ ദ ഫസ്റ്റ് ഇയർ, അതായത് 2023. ഇങ്ങനെ ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? അടുത്ത വർഷത്തെ വാല്യൂ കിട്ടുക, ഫ്യൂച്ചർ വാല്യൂ കിട്ടുക അല്ലേ? ഓക്കെ ആണോ? സെറ്റ് അല്ലേ? ഓക്കെ. ഇതാണ് പ്രധാനമായിട്ട് വന്നിട്ടുള്ള എന്ത് അമെന്റ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ വന്നിട്ടുള്ള അമെന്റ്മെന്റ് സെക്ഷൻ 10 ക്ലോസ് 10AA. സെക്ഷൻ പറഞ്ഞാൽ ഒന്ന് മനസ്സിലാവാനറിയാം. അത് കാരണം കാര്യം എന്താന്ന് പറഞ്ഞുതരാം. ലീവ് എൻകാഷ്മെന്റ്. ലീവ് എൻകാഷ്മെന്റില് എന്താണ് അമെന്റ്മെന്റ് വന്നിട്ടുള്ളത്? പ്രത്യേകിച്ച് വേറെ കാര്യമായിട്ടുള്ള അമെന്റ്മെന്റ് വന്നിട്ടില്ല. MCQ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ലിമിറ്റ് ആണ്. മാക്സിമം ലിമിറ്റ് ഉണ്ടല്ലോ. മാക്സിമം ഇത്ര ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുന്നത് മാക്സിമം ഇത്ര ഡിഡക്ഷൻ എടുക്കാം എന്ന് പറഞ്ഞായിരുന്നല്ലോ. ലീവ് എൻകാഷ്മെന്റിലെ മാക്സിമം ലിമിറ്റ് എത്രയായിരുന്നു? ലീവ് എൻകാഷ്മെന്റിലെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 3 lakh ആയിരുന്നില്ലേ? അതിന് എത്രയാക്കി മാറ്റി? 25 lakh ആക്കി മാറ്റി. ഇപ്പൊ മാക്സിമം ലിമിറ്റ് എത്രയാണ്? 25 lakh ആണ്. ലീവ് എൻകാഷ്മെന്റിലെ മാക്സിമം ലിമിറ്റ് 3 ലക്ഷം ആയിരുന്നില്ലേ? അതിന് എത്ര ആക്കി മാറ്റി? 25 ലക്ഷം ആക്കി മാറ്റി. അതാണ് പിന്നെ വന്നിട്ടുള്ള ഒരു അമെന്റ്മെന്റ്. സോ മൂന്നാമത് വന്നിട്ടുള്ള അമെന്റ്മെന്റ് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, നന്നായി ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ. അഗ്നിപത് സ്കീം. അഗ്നിപത്ത് ഓർക്കുന്നുണ്ടോ? കേരളത്തിൽ കുറച്ച് വിവാദമൊക്കെ ആയിട്ടുള്ള കാര്യമാണ് അഗ്നിപത്ത്. എന്താ ഒരു 21 വയസ്സുള്ള ഒരാള്, 21 വയസ്സുള്ള ചെറുപ്പക്കാര് പിള്ളേരെ എന്ത് ചെയ്യുന്നു? ആർമിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് 21 വയസ്സും 27-28 വയസ്സിനിടയിലുള്ള പിള്ളേരല്ല, യുവാക്കളെ എന്ത് ചെയ്യുന്നു? ആർമിയിലേക്ക് എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് 2022 വന്നത് അല്ലെ? ഇൻ 2022 വന്നത്. 2022 ആ സ്കീം വന്നത്. 21 വയസ്സ് തൊട്ടിട്ട് ഒരു 27-28 വയസ്സുള്ള പിള്ളേരെ ആർമിയിലേക്ക് എടുക്കുന്നു. അവർക്ക് എത്ര വർഷം വർക്ക് ചെയ്യാൻ പറ്റും? എത്ര വർഷം അവർ അവിടെ നിൽക്കണം? 4 വർഷം അവിടെ നിൽക്കണം. ഓർക്കുന്നുണ്ടോ? 4 വർഷം അവിടെ നിന്നാല് അതിനുശേഷം അവർക്ക് പെൻഷനും ബാക്കി കാര്യങ്ങളൊക്കെ കിട്ടും. ഹാപ്പി അല്ലേ? സോ ഓക്കെ ആണോ? അപ്പൊ ഒരു 21 വയസ്സുള്ള മിസ്റ്റർ എ ഇത് കണ്ടിട്ട് അഗ്നിപത്തില് ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുക. ഇന്ത്യൻ ആർമിയിലേക്ക് ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ മിസ്റ്റർ എനെ വിളിക്കുന്ന പേരാണ് എന്ത്? അഗ്നിവീർ എന്ന് പറയുന്നത്. അഗ്നിവീർ ആരാണ്? മിസ്റ്റർ എ ആണ്. ഓക്കെ. ആ ആർമിയിലേക്ക് ജോയിൻ ചെയ്തു. ഓക്കെ. ആർമിയിലേക്ക് ജോയിൻ ചെയ്തു. മാത്രമല്ല കണ്ടീഷൻ എന്താണ്? സർവീസ് എത്ര വർഷം സർവീസ് നടത്തണം? 4 years സർവീസ് നടത്തണം. ഓക്കെ. അപ്പൊ മിസ്റ്റർ എ ആരായിട്ട് മാറി? ഗവൺമെന്റ് എംപ്ലോയി ആയിട്ട് മാറിയില്ലേ? മിസ്റ്റർ എ എന്തായി മാറി? ഗവൺമെന്റ് എംപ്ലോയി ആയിട്ട് മാറി. സോ ഇവിടെ 2 ആൾക്കാരാണുള്ളത്. ആര്? മിസ്റ്റർ എ ആരാണ്? അഗ്നിവീർ ആണ്. അഗ്നിവീർ ആണ്, എംപ്ലോയി ആണ് അല്ലെ? പിന്നെ ആരാണുള്ളത്? ഗവൺമെന്റ് ആരാണ്? എംപ്ലോയർ ആണ്. ആരുടെ? മിസ്റ്റർ എയുടെ എംപ്ലോയർ ആണ്. അപ്പൊ 2 ആൾക്കാരെയാണ് ഇവിടെ പഠിക്കുന്നത്.
ഓക്കെ, മിസ്റ്റർ എ ആരാണ്? 21 വയസ്സായ ആള് ആർമിയിലേക്ക് ജോയിൻ ചെയ്തു. 4 വർഷമാണ് അവൻ സർവീസ് നടത്തുന്നത്. ഓക്കെ, മിസ്റ്റർ എയുടെ എംപ്ലോയർ ആരാണ്? ഗവൺമെന്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. മിസ്റ്റർ എ എന്ത് ചെയ്യണം? ഈ നമ്മളുടെ പ്രൊവിഡന്റ് ഫണ്ട് പോലൊക്കെ തന്നെ മിസ്റ്റർ എ എന്ത് ചെയ്യണം? റെമ്യൂണറേഷൻ ഉണ്ടല്ലോ, മിസ്റ്റർ എയുടെ റെമ്യൂണറേഷൻ ഉണ്ടല്ലോ, റെമ്യൂണറേഷൻ. ആ റെമ്യൂണറേഷനിൽ നിന്ന് ഒരു 30% എന്ത് ചെയ്യണം? മാറ്റി വെക്കണം. എവിടേക്ക്? ശ്രദ്ധിക്കുക, അഗ്നിവീർ കോർപ്പസ് ഫണ്ടിലേക്ക് എന്ത് ചെയ്യണം? കോർപ്പസ് ഫണ്ടിലേക്ക് എന്ത് ചെയ്യണം? മാറ്റി വെക്കണം. ഈ പ്രൊവിഡന്റ് ഫണ്ട് മാറ്റി വെക്കുന്ന പോലെ. എന്തുകൊണ്ടാണ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഈ പ്രൊവിഡന്റ് ഫണ്ട് മാറ്റി വെക്കുന്ന പോലെ എന്ന് പറയാനുള്ള കാരണം? അതിനൊരു കാരണമുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ വേറൊന്നും പറയാതെ ഈ പ്രൊവിഡന്റ് ഫണ്ട് പോലെ മാറ്റി വെക്കുന്നു എന്ന് പറയാൻ ഒരു കാരണമുണ്ട്, പറഞ്ഞുതരാം. മിസ്റ്റർ എയുടെ റെമ്യൂണറേഷൻ, മിസ്റ്റർ എക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന റെമ്യൂണറേഷന്റെ 30% എന്ത് ചെയ്യണം? നീ ഒരു കോർപ്പസ് ഫണ്ടിലേക്ക് എന്ത് ചെയ്യണം? കോൺട്രിബ്യൂട്ട് ചെയ്യണം. സെയിം എമൗണ്ട് മിസ്റ്റർ എയുടെ പേരിൽ ആരും കോൺട്രിബ്യൂട്ട് ചെയ്യും? സെയിം ഈക്വൽ എമൗണ്ട് മിസ്റ്റർ എയുടെ പേരിൽ ആര് കോൺട്രിബ്യൂട്ട് ചെയ്യും? ഗവൺമെന്റും കോൺട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ ആണോ? അപ്പൊ ഇതിലെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഈ അഗ്നിവീര് ഒരു അഗ്നിപഥ് സ്കീം എന്ന് പറഞ്ഞാൽ 21 വയസ്സ് തൊട്ടിട്ടുള്ള ചെറുപ്പക്കാരെ ആർമിയിലേക്ക് 4 വർഷത്തെ സർവീസിന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. അപ്പൊ അവൻ ആർമിയിലേക്ക് ചേർന്നു അല്ലെ? അതിനൊരു ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് എന്ത്? അഗ്നിവീർ കോർപ്പസ് ഫണ്ട്. എന്നാണ് മിസ്റ്റർ എയുടെ റെമ്യൂണറേഷനിൽ നിന്ന് ഒരു 30% മിസ്റ്റർ എ എന്ത് ചെയ്യണം? അഗ്നിവീർ കോർപ്പസ് ഫണ്ടിലേക്ക് മിസ്റ്റർ എയുടെ പേരിൽ തന്നെ എന്ത് ചെയ്യണം? ഡെപ്പോസിറ്റ് ചെയ്യണം. സെയിം എമൗണ്ട് ആര് മിസ്റ്റർ എയുടെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്യും? ഗവൺമെന്റ് മിസ്റ്റർ എയുടെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഇത് ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഇതിന്റെ കമ്പ്യൂട്ടേഷൻ വരുന്നതേ ശരിക്കും ഇവിടെ ഒരു RFA വരുന്നില്ല, സോറി RFA അല്ല, ഒരു പെർക്വിസിറ്റ് വരുന്നില്ലേ? എന്താ പെർക്വിസിറ്റ്? ആ, ഗവൺമെന്റ് മിസ്റ്റർ എയുടെ പേരില് എന്ത് ചെയ്യുന്നുണ്ട്? അഗ്നി വീർ കോർപ്പസ് ഫണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. മിസ്റ്റർ എക്ക് വേണ്ടിയിട്ട് എംപ്ലോയർ ആയിട്ടുള്ള ഗവൺമെന്റ് മിസ്റ്റർ എക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ലേ? ആ, അതൊരു പെർക്വിസിറ്റ് അല്ലേ? അതൊരു പെർക്വിസിറ്റ് അല്ലേ? ശ്രദ്ധിക്കുക, ഗവൺമെന്റ് ആയിട്ടുള്ള എംപ്ലോയി ആയ മിസ്റ്റർ എയുടെ പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ലേ? അപ്പൊ അതൊരു പെർക്വിസിറ്റ് അല്ലേ? പെർക്വിസിറ്റ് എന്നാണ് ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ ടു അഗ്നിപഥ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പെർക്വിസിറ്റ് അല്ലേ? ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻ എന്താണ്? ഒരു പെർക്വിസിറ്റ് ആണ്. കാരണം എംപ്ലോയിയുടെ പേരിലേക്ക്, ശ്രദ്ധിക്കുക, എംപ്ലോയർ ആയ ഗവൺമെന്റ് മിസ്റ്റർ എ എന്ന് പറഞ്ഞ എംപ്ലോയിയുടെ പേരിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാണ്. സോ അതിനെ പറ്റിയിട്ടുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ഗവൺമെന്റ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻ ടു അഗ്നിപഥ് നിങ്ങൾ എന്ത് ചെയ്യണം? ടാക്സബിൾ ആയിട്ട് കാണിക്കണം. അണ്ടർ സാലറിയിൽ പെർക്വിസിറ്റ് ആയിട്ട് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണത്? ടാക്സബിൾ ആയിട്ട് കാണിക്കണം. ഓക്കെ, അപ്പൊ അതിനർത്ഥം അതിന്റെ മുന്നിന് മേലെ ടാക്സ് അടയ്ക്കണതാണോ? അല്ലല്ലോ. ടോട്ടൽ ഇൻകത്തിന്റെ മേലെയല്ല ടാക്സ് അടയ്ക്കുക. ഇനിയും കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനില്ലേ? ആദ്യം നിങ്ങൾ എന്ത് ചെയ്യും? അത് അഗ്നിപഥ് ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻ ഒരു പെർക്വിസിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? സാലറിയിൽ ടാക്സബിൾ ആയിട്ട് കാണിക്കും. അതിനർത്ഥം ടാക്സ് അടയ്ക്കണമെന്നാണോ? അല്ല. ഇവിടെ എന്ത് വരും? ടോട്ടൽ ഇൻകത്തിന്റെ മേലെയാണ് ടാക്സ് അടയ്ക്കേണ്ടത്. അപ്പൊ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സെക്കൻഡ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചാപ്റ്റർ 6A ഡിഡക്ഷൻ ഇല്ലേ? ചാപ്റ്റർ 6A ഇല്ലേ? 6Aയുടെ അവിടെ ഡിഡക്ഷൻ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ഡിഡക്ഷൻ ആയിട്ട് അണ്ടർ സെക്ഷൻ 80CCH സെക്ഷൻ പഠിച്ചോളൂ. 80CCH ക്ലോസ് 2 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻ ഡിഡക്ഷൻ എടുക്കാൻ പറ്റും. ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻ. ഏത് കോൺട്രിബ്യൂഷൻ? ആദ്യം നിങ്ങൾ ടാക്സബിൾ ആയിട്ട് കാണിച്ചില്ലേ? അഗ്നിപഥ് ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻ ടു അഗ്നിപഥ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ടാക്സബിൾ സാലറി ആയിട്ട് കാണിച്ചില്ലേ? അത് ചാപ്റ്റർ 6A ഡിഡക്ഷനിലെ അണ്ടർ സെക്ഷൻ 80CCH പ്രകാരം എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റും. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യും? അത് ടാക്സബിൾ ആയിട്ട് കാണിക്കും. പിന്നെ ചാപ്റ്റർ 6A ഡിഡക്ഷനിലെ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. എന്താണ്? 80CCH ക്ലോസ് 2 ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻ. എന്തിലേക്കുള്ള ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻ? അഗ്നിപഥിലേക്കുള്ള കോൺട്രിബ്യൂഷൻ 80CCH ക്ലോസ് 2 നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റും. അത് മാത്രമല്ല പ്ലസ് ഇന്നും കൂടി ഡിഡക്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റും. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80CCH ക്ലോസ് 1. അതെന്താ?
എംപ്ലോയി കോൺട്രിബ്യൂഷൻ അഥവാ അഗ്നിവീർ കോൺട്രിബ്യൂഷൻ, എംപ്ലോയി കോൺട്രിബ്യൂഷൻ. എന്താണ് എംപ്ലോയി കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്? ഇവിടെ നോക്കുക, മിസ്റ്റർ എ എംപ്ലോയി ആണ്. മിസ്റ്റർ ഗവൺമെന്റ് മാത്രമല്ല അടയ്ക്കുന്നത്, മിസ്റ്റർ എയും എന്ത് ചെയ്യുന്നുണ്ട്? റെമ്യൂണറേഷനിൽ നിന്ന്, സാലറിയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? 30% അഗ്നിവീറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലേ? സോ അത് എന്ത് ചെയ്യാൻ പറ്റും? ആ എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും? 80cch ക്ലോസ് 1 പ്രകാരം എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ഷൻ എടുക്കാൻ പറ്റും. സോ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻ പെർക്യൂസിറ്റ് ആയിട്ട് ടാക്സബിൾ സാലറി ആയിട്ട് കാണിക്കണം. പിന്നെ ആ എമൗണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചാപ്റ്റർ 6 ഡിഡക്ഷനിൽ 80cch ക്ലോസ് 2 പ്രകാരം ഡിഡക്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റും. അത് മാത്രമല്ല, നിങ്ങൾ അപ്പ് കോൺട്രിബ്യൂട്ട് ചെയ്തില്ലേ, എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്ത 30% ഇല്ലേ, അത് 80cch ക്ലോസ് 1 പ്രകാരം എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റും. പക്ഷെ ഈ കേസിൽ ഇതിന് ഒരു എക്സംഷൻ ഉണ്ട്. ഇതിന് ഒരു നോട്ട് ഉണ്ട്. നോട്ടായിട്ട് എഴുതാം. If opt 115 BAC, if opt section 115 BAC defaulter tax regime, BAC defaulter tax regime. മറന്നു പോയിട്ടുണ്ടാവും അറിയാം, എന്നാലും ഓർമ്മിപ്പിച്ചു തരാം. ഞാന് നിങ്ങളുടെ ഓഫ്ലൈൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. നമ്മൾക്ക് സ്ലാബ് റേറ്റ് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഓൾഡ് സ്ലാബ് റേറ്റ്, നമ്മളുടെ നോർമല്, സീനിയർ, സൂപ്പർ സീനിയർ, അങ്ങനെ. പിന്നെ എല്ലാവർക്കും കൂടിയിട്ട് ഒരു ടാക്സ് റേറ്റ് ഉണ്ട്. ആ ടാക്സ് റേറ്റ് എല്ലാവർക്കും കൂടിയിട്ട്, ഈ 3 പേർക്കും കൂടിയിട്ട് വേറൊരു സ്ലാബ് റേറ്റ് ഉണ്ടെന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ആദ്യത്തെ 3 ലക്ഷത്തിന് ഇത്ര ശതമാനം, പിന്നെ വരുന്ന ഓരോ 3 ലക്ഷത്തിന് 5% വെച്ച് കൂടുന്നു. ഓർക്കുന്നുണ്ടോ? അതിനാണ് അമെന്റ്മെന്റ് വന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓപ്റ്റ് ചെയ്താല് കുറവ് ടാക്സ് അടച്ചാൽ മതി അല്ലെ? കുറവ് ടാക്സ് റേറ്റ് ആണ് ഉള്ളത്. എന്തിന്? 115 BAC പ്രകാരമുള്ള അപ് ടു 3 lakh വരെയും ടാക്സ് ഇല്ല. പിന്നെ വരുന്ന 3 lakh തൊട്ട് 9 lakh വരെയും അങ്ങനെയുള്ള സ്കീമില് അതാണ് നിങ്ങൾ, ആ സ്ലാബ് റേറ്റ് ആണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടാക്സ് എമൗണ്ട് കുറവായിരിക്കും എന്ന് ഞാൻ അപ്പൊ പറഞ്ഞു തന്നിരുന്നു. ഓക്കെ, ടാക്സ് റേറ്റ് കുറവായത് കൊണ്ട് തന്നെ, ടാക്സബിൾ എമൗണ്ട് കുറവായത് കൊണ്ട് തന്നെ ചില ഡിഡക്ഷൻ ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, കുറച്ച് ഡിഡക്ഷൻസ് ഒന്നും എലിജിബിൾ അല്ല, ഡിസലൗഡ് ആണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോ സെക്ഷൻ 115 BAC പ്രകാരം ശ്രദ്ധിക്കുക, ഇവിടെ ഒരു അമെന്റ്മെന്റ് വന്നത് ശ്രദ്ധിക്കുക. 80cch ക്ലോസ് 1 ഇല്ലേ? എന്താ 80cch ക്ലോസ് 1? എംപ്ലോയി കോൺട്രിബ്യൂഷൻ ഇല്ലേ, അത് ഡിസലൗഡ് ആണ്. കനോട്ട് ക്ലെയിം. അതായത് നിങ്ങൾ ഓപ്റ്റ് ചെയ്തത് സ്ലാബ് റേറ്റ് രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു, അതിൽ ഡിഫോൾട്ട് ടാക്സ് റെജിം അഥവാ 115 BAC ആണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 80cch ക്ലോസ് 1 എന്ത് ചെയ്യാൻ പറ്റില്ല? ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതായത് എംപ്ലോയി കോൺട്രിബ്യൂഷൻ ടു അഗ്നിപത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ചാപ്റ്റർ 6 ഡിഡക്ഷനിൽ 80cch ക്ലോസ് 1 പ്രകാരം എന്ത് ചെയ്യാൻ പറ്റില്ല? കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു ചോദ്യം ഉണ്ടാവും, 80cch ക്ലോസ് 2, അതായത് നിങ്ങളുടെ പേരിൽ ഗവൺമെന്റ് അടയ്ക്കുന്ന എമൗണ്ട് ഇല്ലേ, അത് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ക്യാൻ ക്ലെയിം. യെസ്, ക്യാൻ ക്ലെയിം. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ 115 BAC ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. നിങ്ങൾ സ്ലാബ് റേറ്റ് ആയിട്ട് 115 BAC ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടാക്സ് റേറ്റ് കുറവായിരിക്കും, ടാക്സബിൾ എമൗണ്ട് കുറവായിരിക്കും. സോ കുറെ ഡിഡക്ഷൻ ഒന്നും നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, ഓൾറെഡി പറഞ്ഞതാണ്. സോ അതില് 80cch ക്ലോസ് 1, അതായത് ആർമി ഓഫീസറായ അഗ്നിവീറായ എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 30% ഇല്ലേ, അത് ചാപ്റ്റർ 6 ഡിഡക്ഷനിൽ എടുക്കാന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ 115 BAC എടുത്തവർക്ക് അത് എലിജിബിൾ അല്ല, കനോട്ട് ക്ലെയിം. പക്ഷെ അഗ്നിവീറിന്റെ പേരിൽ ഗവൺമെന്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട് ഇല്ലേ, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 80cch ക്ലോസ് 2 പ്രകാരം ഡിഫോൾട്ട് ടാക്സ് ആയാലും ശരി, എന്തായാലും ശരി, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലെയിം ചെയ്യാൻ പറ്റും. ഇത്രയുള്ള അമെന്റ്മെന്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. എന്റെ എന്ത് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യാ, ഇത്തരം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിച്ചു.